ഫൈനലി ഓണർ ഇസ് ബാക്ക്. ഇതാണ് ഓണർ 90. പിന്നെ ചില കമന്റ്സ് വായിച്ചു, അതായത് ഇന്ത്യൻ ഗവൺമെന്റ് ഓണറിനെ ബാൻ ചെയ്തു, പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ബാൻ ചെയ്ത കമ്പനിയുടെ ഫോൺ പ്രൊമോട്ട് ചെയ്യുന്നത്? നമ്പർ 1, ഇത് പ്രൊമോഷൻ അല്ല, ഇതൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. എന്ന് വെച്ചാൽ ഈ ഫോണിൽ ഉള്ളതും ഇല്ലാത്തതുമായ എല്ലാ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ആണ്, ഓണർ ഒഫീഷ്യലി തിരിച്ചു വന്നിരിക്കുകയാണ്. റിയൽമിയുടെ CEO ആയിരുന്ന മാധവ് ഷേട്ട് ആണ് ഇപ്പം ഓണർ ഇന്ത്യ എന്ന കമ്പനി ഹെഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഓണർ ഈസ് ഒഫീഷ്യലി ബാക്ക്. എനിവേ, നിങ്ങൾ ഇതിനു മുൻപ് ഓണർ എന്ന ബ്രാൻഡിന്റെ ഫോൺ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അത് ഏത് ഫോൺ ആയിരുന്നു, നിങ്ങളുടെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു, താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാം, ലെറ്റ്സ് റോ. ഇതാണ് ഓണറിന്റെ വൈറ്റ് പാക്കേജിംഗ്. ബോക്സിൽ ഫോൺ ഉണ്ട്, TPU കേസ്, പുസ്തകം, Type-C ചാർജിംഗ് കേബിൾ. ചാർജർ എവിടെ? അത് ശരി, അപ്പം ബോക്സിൽ ചാർജർ തന്നിട്ടില്ല. ഓക്കെ, ഈ ഓണർ 90യുടെ ഗ്ലോബൽ വേരിയന്റിന്റെ ബോക്സിൽ 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ഉണ്ടായിരുന്നു. ഇന്ത്യൻ യൂണിറ്റിന്റെ കൂടെ ചാർജർ വരുന്നില്ല. ചാർജർ കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ അതൊക്കെ ബ്രാൻഡിന്റെ ഇഷ്ടം അനുസരിച്ചാണ്. ഫോൺ വാങ്ങണോ വേണ്ടയോ നമ്മുടെ ഇഷ്ടമാണ്. ഓക്കെ, ചാർജർ ഇല്ലെങ്കിൽ പിന്നെ എന്തുകൊണ്ടാണ് ഇത്രയും വലിയൊരു പെട്ടി? സാധാരണ ചാർജർ കൊടുക്കാത്ത കമ്പനികൾ ഈ കുഞ്ഞു കുഞ്ഞു പെട്ടിയാണ് തരുന്നത്. എനിക്ക് തോന്നുന്നത് ലാസ്റ്റ് മൊമെന്റിലാണ്, ഇനി പ്രൈസ് കട്ടിംഗ് ആണോ ഐ ഡോണ്ട് നോ. എനിവേ, സോ ലാസ്റ്റ് മൊമെന്റിലാണ് തോന്നുന്നു ഓണർ ഈ ബോക്സിൽ നിന്ന് ചാർജർ എടുത്ത് മാറ്റിയത്. 5000 mAh ബാറ്ററിയാണ് തന്നിരിക്കുന്നത്. 66 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ഇനീഷ്യൽ യൂസിൽ ബാറ്ററി ബാക്കപ്പ് ഓക്കെ ആയിട്ട് തോന്നി. 1 ഡേ ബാറ്ററി ബാക്കപ്പ് കിട്ടുന്നുണ്ട്. അങ്ങനെ കണ്ടമാനം ബാറ്ററി ഡ്രെയിൻ ഒന്നും ഞാൻ നോട്ടീസ് ചെയ്തില്ല. ഓക്കെ, സോ ബാറ്ററി ബാക്കപ്പ് നല്ലോണം കിട്ടുന്നുണ്ട്, നോ ഇഷ്യൂസ്. ഈ ഫോണിന്റെ ഹൈലൈറ്റ് തീർച്ചയായിട്ടും ഈ ഫോണിന്റെ ഡിസ്പ്ലേ ആണ്. ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. ആക്ച്വലി ഞാൻ ഇന്നലെ അപ്ലോഡ് ചെയ്ത ഷോർട്ട് വീഡിയോയിൽ ഈ ഒരു ഫോണിന്റെ ഡിസ്പ്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നു. താഴെ കമന്റ് ഞാൻ വായിച്ചു, അതായത് ബ്രോ അത് ഏതാണ് ഫോൺ, 4 സൈഡിൽ നിന്ന് കർവ് ആവുന്നുണ്ടല്ലോ, ഏത് ഫോണിന്റെ ഡിസ്പ്ലേ ആണ് ചോദിച്ചുകൊണ്ടുള്ള കമന്റ് താഴെ വന്നിട്ടുണ്ടായിരുന്നു. സോ തീർച്ചയായിട്ടും ഈ ഫോണിന്റെ ഡിസ്പ്ലേ അട്രാക്റ്റീവ് ആണ്, ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ട്. നോർമലി കർവ്ഡ് ഡിസ്പ്ലേസ് എന്ന് പറയുമ്പോൾ 2 സൈഡിലായിരിക്കും കർവ്. ഈ ഫോണിന്റെ ഡിസ്പ്ലേയിൽ 4 സൈഡിലും കർവ് വരുന്നുണ്ട്. തീർച്ചയായിട്ടും ലെഫ്റ്റും റൈറ്റ് സൈഡിലുള്ള കർവ് കൂടുതലാണ്, എന്നാൽ ടോപ്പിലും ബോട്ടമിലും ചെറിയ രീതിയിലുള്ള കർവ് അവർ കൊടുത്തിട്ടുണ്ട്. എനിവേ, 6.7 ഇഞ്ച് സൈസ് ഉള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണ് തന്നിരിക്കുന്നത്. HDR10+ സർട്ടിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. അത് യൂട്യൂബിലും നെറ്റ്ഫ്ലിക്സിലും രണ്ടിലും വർക്ക് ആവുന്നുണ്ട്. വൈഡ് വൈൻ L1 സർട്ടിഫിക്കേഷൻ ഉള്ളതുകൊണ്ട് നമുക്ക് ഈസിലി OTT പ്ലാറ്റ്ഫോംസിൽ ഫുൾ HD കണ്ടന്റ് ആസ്വദിക്കാം. 1.5K റെസൊല്യൂഷൻ ഉള്ള ഒരു 10-bit AMOLED ഡിസ്പ്ലേ കൊടുത്തിരിക്കുന്നുണ്ട്. നല്ല ഷാർപ്പ് ആൻഡ് കളർഫുൾ എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇത്രയും കളർഫുൾ ഡിസ്പ്ലേ വേണ്ടെങ്കിൽ ഡിസ്പ്ലേ സെറ്റിംഗ്സിൽ കയറിയിട്ട് സ്റ്റാൻഡേർഡ് കളർ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതി. 1600 നിറ്റ്സിന്റെ HDR പീക്ക് ബ്രൈറ്റ്നസും 1200 നിറ്റ്സിന്റെ ഗ്ലോബൽ പീക്ക് ബ്രൈറ്റ്നസ് ഉള്ളതുകൊണ്ട് ഔട്ട്ഡോർ വിസിബിലിറ്റി ഒക്കെ പക്കയായിട്ട് കിട്ടുന്നുണ്ട്. ഒരു ഇഷ്യൂ ഇല്ല, എല്ലാം ക്ലിയർലി കാണാൻ പറ്റും. ഈ ഡിസ്പ്ലേയുടെ മറ്റൊരു ഹൈലൈറ്റ് ആണ് 3840 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ്. ഐ തിങ്ക് ദിസ് ഇസ് ദി ഹയസ്റ്റ് ഓൺ എനി സ്മാർട്ട് ഫോൺ. ആക്ച്വലി TUV Rhineland സർട്ടിഫിക്കേഷൻ, ഫ്ലിക്കർ ഫ്രീ സർട്ടിഫിക്കേഷനും ഈ ഡിസ്പ്ലേക്ക് കൊടുത്തിട്ടുണ്ട്. ലോ ബ്രൈറ്റ്നസിൽ AMOLED ഡിസ്പ്ലേയിൽ കോണ്ടന്റ് കാണുമ്പോൾ ചിലർക്ക് ഹെഡേക്ക്, ഇറിറ്റേഷൻ ഒക്കെ വരാറുണ്ട്. ഇവിടെ ആ ഒരു ഇഷ്യൂ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പക്ഷേ യാതൊരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ ഇവിടെ വരുന്നില്ല. നിങ്ങൾ വീഡിയോസ് കണ്ട് കാണും, ഇത് വെച്ച് ഇങ്ങനെ വാൾനെറ്റ് ഒക്കെ പൊട്ടിക്കുന്നുണ്ട്. ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. അത് കാണാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ഓക്കെ, സോ എൻ്റെ സജഷൻ ആയിരിക്കും നല്ല ക്വാളിറ്റി ഉള്ള സ്ക്രീൻ ഗാർഡ് ഇട്ട് ഉപയോഗിക്കുക. പക്ഷേ ഈ ഒരു ഡിസ്പ്ലേയുടെ 4 സൈഡിലും കർവ് ആവുന്നതുകൊണ്ട് ഒരു സ്ക്രീൻ ഗാർഡ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടും. എനിവേ, ഓവറോൾ ബ്യൂട്ടിഫുൾ ഡിസ്പ്ലേ ആണ്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. എന്നാൽ ഒരു കംപ്ലൈൻറ്റ് ഉണ്ട്, അതാണ് സ്പീക്കറിൽ. മോണോ ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്, സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. അത് പോരായ്മയാണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഈ പ്രൈസ് സെഗ്മെന്റിൽ അതൊരു കുറവ് തന്നെയാണ്. ഇപ്പം Vivo V27 ആണെങ്കിലും V27 Pro ആണെങ്കിലും 2 ഫോൺസിലും സ്റ്റീരിയോ സ്പീക്കേഴ്സ് വരുന്നില്ല. എന്നാൽ അത്യാവശ്യം നല്ല രീതിയിൽ വിറ്റുപോയ 2 ഫോൺസ് ആണ്. സോ എനിക്ക് മനസ്സിലാവുന്നില്ല, നിങ്ങൾക്ക് അതായത് ആസ് എ കസ്റ്റമർ നിങ്ങൾ ഈ സംഭവം, ഈ സ്റ്റീരിയോ സ്പീക്കർ, മോണോ സ്പീക്കർ ഒക്കെ നോക്കാറുണ്ടോ? താഴെ കമന്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. മറ്റൊരു സാധനം ഇല്ല, അതാണ് ഹാപ്റ്റിക് ഫീഡ്ബാക്ക്. വേണമെങ്കിൽ സെറ്റിംഗ്സിൽ കയറിയിട്ട് ആ ഒരു വൈബ്രേഷൻ ജിങ് സെറ്റപ്പ് ഓൺ ചെയ്യാൻ പറ്റും. സോ ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടും. എന്നാൽ ബാക്കി ഒരിടത്തും ഹാപ്റ്റിക് ഫീഡ്ബാക്ക് ഒന്നും കൊടുത്തിട്ടില്ല. ഈ ഓണർ 90യുടെ ബാക്കിൽ ഗ്ലാസിന്റെ ബിൽഡാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇതിലുള്ള ഫ്രെയിം ഉണ്ടല്ലോ, ഫ്രെയിം പ്ലാസ്റ്റിക് ആണ്. എന്നാൽ ഇതിന്റെ ബാക്കിൽ നല്ല മിൻസുള്ള സ്മൂത്ത് മാറ്റ് ഫിനിഷ് കൊടുത്തിട്ടുണ്ട്. സോ ഈ ഒരു ഫോൺ കയ്യിലെടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിന്റ്, സ്മജസ് ഒന്നും ഇതിന്റെ ബാക്കിൽ കാണാൻ കഴിയൂല. ഇത് ഗ്രീൻ കളർ ഓപ്ഷൻ ആണ്. മറ്റൊരു കളർ ഓപ്ഷൻ ഉണ്ട് ബ്ലാക്ക്, അത് ഗ്ലോസി ഫിനിഷിലാണ് വരുന്നത്, മാറ്റിലല്ല. മൂന്നാമത്തെ കളർ ഓപ്ഷൻ ഉണ്ട് സിൽവർ. അവിടെ 2 പാറ്റേൺ ഉണ്ട്, മേളിൽ ഗ്ലോസി, താഴെ മാറ്റ് ഒക്കെ ആണെന്ന് തോന്നുന്നു. പിന്നെ താഴെ എന്തോ ഡിസൈൻ ഒക്കെ കൊടുത്തിട്ടുണ്ട്. സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പിന്നെ ഫ്രണ്ടിൽ നിന്ന് ബാക്കിൽ നിന്നും ഇങ്ങനെ കർവായി വരുന്നത് കൊണ്ട് കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. മേളിൽ നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് ഉണ്ട്. റൈറ്റിലാണ് വോളിയം റോക്കർ ആൻഡ് പവർ ബട്ടൺ. ലെഫ്റ്റ് കംപ്ലീറ്റ്ലി MD ആണ്. താഴെ നോക്കുകയാണെങ്കിൽ സിം ട്രേ, മൈക്ക്, Type-C USB പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. ഫോണിന്റെ ബാക്കിൽ വട്ടത്തിലുള്ള 2 ക്യാമറ റിങ്സ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഉള്ളിൽ ഓവൽ ഷേപ്പിൽ വരുന്ന ക്യാമറ മോഡ്യൂളാണ്. നൈസാണ്.
എനിവേ ഈ 2 മുട്ടൻ റിങ്സിന്റെ ഉള്ളിൽ ടോട്ടൽ 3 ക്യാമറയാണ് വന്നിരിക്കുന്നത്. 200 മെഗാ പിക്സലിന്റെ സാംസങ് ഐസോസെൽ HP3 സെൻസർ ഉള്ള ക്യാമറയാണ്. 12 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ്, പിന്നെ 2 മെഗാ പിക്സൽ ഡെപ്ത്. ഈ 2 മെഗാ പിക്സൽ ഡെപ്ത് വേണമെങ്കിൽ ഒഴിവാക്കാമായിരുന്നു. എനിവേ ഈ ഫോണിന്റെ ക്യാമറ സെറ്റപ്പിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചർ ഉണ്ട്. അതായത് നമുക്ക് ഈ ഒരു ഫോണിന്റെ സെൽഫി ക്യാമറ വെച്ച് 4K at 30 FPS എടുക്കാൻ പറ്റും. അതല്ല ഞാൻ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഫീച്ചർ. ആക്ച്വലി ഇത്തരത്തിലുള്ള വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ നൈസായിട്ട് റിയർ ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അത് മെയിൻ ക്യാമറ മാത്രമല്ല, നമുക്ക് വേണമെങ്കിൽ അൾട്രാ വൈഡ് ക്യാമറയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാം. വീണ്ടും സെൽഫി ക്യാമറയിലേക്ക് വന്നിരിക്കുകയാണ്. സോ 4K 30 FPS ഈ 3 ക്യാമറയിലും, സെൽഫി ക്യാമറ, റിയർ ക്യാമറ, മെയിൻ ക്യാമറ ആൻഡ് അൾട്രാ വൈഡ്, ഈ 3 ക്യാമറയിലും 4K 30 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സെൽഫി ക്യാമറയുടെ സ്റ്റെബിലൈസേഷൻ ഞാൻ കാണിച്ചു തരാം. സോ EIS എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടില്ലേ, അത്യാവശ്യം സ്റ്റേബിൾ ആണ്. ഫേസ് ആണെങ്കിലും ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും സ്റ്റേബിൾ ആണ്. ഇതാണ് നമ്മുടെ മെയിൻ ക്യാമറ. സോ കണ്ടില്ലേ, നമ്മുടെ മെയിൻ ക്യാമറയും അത്യാവശ്യം സ്റ്റേബിൾ തന്നെയാണ്. ഈവൻ അൾട്രാ വൈഡ് വലിയ പ്രോബ്ലം ഇല്ല. ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ അല്ല, ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ. പിന്നെ ഈ ഫോണിൻ്റെ ക്യാമറ സെറ്റപ്പ് നോയ്സ് റിഡക്ഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ ഒരു ബട്ടൺ ഉണ്ട്. സോ ഇപ്പം അത്യാവശ്യം നോയ്സ് ഒക്കെ കാണും. ഞാൻ ആ ഒരു നോയ്സ് റിഡക്ഷൻ ഓൺ ആക്കിയിട്ടുണ്ട്. സോ എൻ്റെ ചുറ്റുമുള്ള നോയ്സ് കുറഞ്ഞിട്ടുണ്ടാവും. ഇത് സെൽഫി ക്യാമറയിൽ മാത്രമല്ല, ഈവൻ റിയർ ക്യാമറ, അൾട്രാവൈഡ് ക്യാമറ, ഏത് ക്യാമറ എടുത്താലും ഈ നോയ്സ് റിഡക്ഷൻ്റെ ഫീച്ചർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് എടുത്ത് നോക്കിയാലും നല്ലതാണ്, നല്ല ഡീറ്റെയിൽസ് ഒക്കെ ഉണ്ട്. പിന്നെ കളേഴ്സ് പൊടിക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. അത് പച്ചപ്പാണെങ്കിലും ആകാശത്തിൻ്റെ ഒരു ബ്ലൂ കളർ ആണെങ്കിലും റെഡ് ഒക്കെ ആണെങ്കിലും പൊടിക്ക് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കാണാൻ നല്ല രസമുള്ള ഫോട്ടോസാണ് എടുക്കുന്നത്. പ്രത്യേകിച്ചും ഹ്യൂമൻ സ്കിൻ ടോണിൻ്റെ പ്രോസസ്സിംഗ് നല്ലതാണ്. അങ്ങനെ ഭയങ്കരമായിട്ടുള്ള ഒരു ഫേസ് സ്മൂത്തനിങ് ഒന്നും നടക്കുന്നില്ല. ചെറിയ രീതിയിലുള്ളത് ഉണ്ട്, പക്ഷേ അങ്ങനെ ഭയങ്കരമായിട്ടൊന്നുമില്ല. അത് പകലെടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും രാത്രി എടുക്കുന്ന ഫോട്ടോസ് ആണെങ്കിലും ബാക്ക് ക്യാമറ, സെൽഫി ക്യാമറ, ഏത് ഫോട്ടോ ആണെങ്കിലും സ്കിൻ പ്രോസസ്സിംഗ് നല്ലോണം ചെയ്യുന്നുണ്ട്. പിന്നെ 2x മോഡിൽ പോർട്രേറ്റ് ഫോട്ടോസ് എടുക്കാനുള്ള ഫീച്ചർ ഉണ്ട്. വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല, ഡീസെന്റ് രീതിയിൽ ചെയ്യുന്നുണ്ട്. ചില ഫോട്ടോസിൽ ചെറിയ രീതിയിലുള്ള ഷാർപ്പനിങ് കയറി വരുന്നുണ്ട്, പക്ഷേ ഇറ്റ്സ് ഓക്കെ. ഈവൻ HDR പെർഫോമൻസും നല്ലതാണ്. അത് കണ്ടില്ലേ, സ്കൈ ഒക്കെ, ബാക്കിലുള്ള സ്കൈ ഒക്കെ നല്ലോണം എടുത്ത് കാണിക്കുന്നുണ്ട്. അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസും ഓക്കെ ആയിട്ട് തോന്നി. തീർച്ചയായിട്ടും മെയിൻ ക്യാമറയുടെ ആ ഒരു ഡീറ്റെയിൽസ് എന്തായാലും കിട്ടൂല, പക്ഷേ കളറൊക്കെ ഓക്കെയാണ്. അത്യാവശ്യം നല്ല അൾട്രാവൈഡ് ക്യാമറ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും ബെറ്റർ വീഡിയോ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും സെൽഫി വീഡിയോ പെർഫോമൻസ് വളരെ നല്ലതാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു. തലയുടെ ബാക്കിലുള്ള ആ ഒരു സ്കൈ ഒക്കെ നല്ലോണം കത്തി കിടക്കുകയാണ്. അതായത് സ്കൈ കത്തി കിടക്കുകയാണ്, പക്ഷേ എന്നിട്ടും HDR പെർഫോമൻസ് ഒക്കെ നല്ലോണം ചെയ്യുന്നുണ്ട്. നല്ലോണം HDR ഒക്കെ ഓപ്റ്റിമൈസ് ചെയ്യുന്നുണ്ട്. സോ സെൽഫി വീഡിയോ പെർഫോമൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ ഓവറോൾ എനിക്ക് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ പെർഫോമൻസ് തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു. നല്ല ക്യാമറ പെർഫോമൻസ് ആണ്. Qualcomm Snapdragon 7 Gen 1 ചിപ്സെറ്റ് ആണ് വന്നിരിക്കുന്നത്. ആക്സിലറേറ്റഡ് എഡിഷൻ എന്ന് ഓണർ പറയുന്നുണ്ട്. അത് ബേസിക്കലി അതിൻ്റെ CPU സ്പീഡ് ഉണ്ടല്ലോ, അത് 0.1 GHz കൂട്ടിയിട്ടുണ്ട്. അതിൻ്റെ പേരാണ് ആക്സിലറേറ്റഡ് എഡിഷൻ. എനിവേ കഴിഞ്ഞ വർഷം വന്ന ഒരു ചിപ്സെറ്റ് ആണ്. ഫ്രാങ്ക്ലി നമ്മുടെ പോക്കോ F5 വന്ന 7+ Gen 2 ചിപ്സെറ്റ് ഉണ്ടല്ലോ, അത് വേണമെങ്കിൽ കൊടുക്കാമായിരുന്നു. ഈ ചിപ്സെറ്റും ഓക്കെയാണ്, അങ്ങനെ വലിയ കംപ്ലയിൻസ് ഒന്നുമില്ല. പക്ഷേ ഇറ്റ്സ് നോട്ട് ദ മോസ്റ്റ് പവർഫുൾ ചിപ്സെറ്റ് ഇൻ ദ പ്രൈസ് കാറ്റഗറി. ഓണർ കൊടുത്തിരിക്കുന്ന സ്റ്റോറേജ് ഓപ്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. അതായത് 8GB 256GB ആൻഡ് 12GB 512GB ആണ് 2 RAM സ്റ്റോറേജ് വേരിയൻസ്. എനിവേ എൻ്റെ ഡെയിലി യൂസിൽ അങ്ങനെ കാര്യമായ ബഗ്സ് ഒന്നും ഞാൻ ഫേസ് ചെയ്തില്ല. ഓക്കെ, നല്ല സ്മൂത്ത് പെർഫോമൻസ് തന്നെയാണ് കിട്ടിയത്. 6.5 ലാഖിൻ്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട്. 83% ത്രോട്ട്ലിംഗ് സ്റ്റെബിലിറ്റി ഉണ്ട്. പിന്നെ ഈ ഫോണിൽ 4483 mm² വേപ്പർ ചേംബർ കൂളിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഈവൻ ഗെയിമിംഗ് എടുത്ത് നോക്കിയാലും BGMI 60 FPS സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈവൻ ജൈറോ പെർഫോമൻസ് ആണെങ്കിലും അതിൻ്റെ ഓപ്റ്റിമൈസേഷനും നല്ലോണം ചെയ്തിട്ടുണ്ട്. സോ ഗെയിമിങ്ങിന് വേണ്ടി യൂസ് ചെയ്യാം, പക്ഷേ ഗെയിമിംഗ് ഫോൺ അല്ല. കാരണം ഈ ഫോൺ വരുന്ന പ്രൈസ് ഉണ്ടല്ലോ, പ്രൈസിനെ കുറിച്ച് ഞാൻ പിന്നെ സംസാരിക്കാം. പക്ഷേ ഈ ഫോൺ വരുന്ന പ്രൈസിൽ ഇതിനേക്കാളും ബെറ്റർ ഗെയിമിംഗ് ഫോൺസ് കിട്ടും. ഇത് കുറച്ചും കൂടി ഒരു ഓൾറൗണ്ട് സെറ്റപ്പ് ആണ്. ഔട്ട് ഓഫ് ദ ബോക്സ് Android 13 ആണ് കൊടുത്തിരിക്കുന്നത് വിത്ത് Magic OS 7.1. 2 വർഷത്തേക്കുള്ള OS അപ്ഡേറ്റും 3 വർഷത്തേക്കുള്ള സെക്യൂരിറ്റി പാച്ചിന്റെ പ്രോമിസ് ഓണർ ചെയ്തിട്ടുണ്ട്. അതും നല്ലതാണ്. സോ ഈ Magic OSന്റെ ലുക്ക് ഒക്കെ നോക്കുകയാണെങ്കിൽ ചെറിയ രീതിയിൽ, പ്രത്യേകിച്ചും സെറ്റിംഗ്സ് എടുത്ത് നോക്കുമ്പോൾ ആ ഒരു കളർ OS ആണ് ഓർമ്മ വരുന്നത്. ക്വിക്ക് ടോഗിൾസ് അതെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു MIUI അല്ലെങ്കിൽ iOSന്റെ ഒരു ഓർമ്മയൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഓവറോൾ നൈസാണ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് വരുന്നത്. നല്ല ഫാസ്റ്റ് ആയിട്ട് വർക്ക് ആവുന്നുണ്ട്. ഞാൻ കാണിച്ചു തരാം. കണ്ടില്ലേ, NFC കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഈസിലി കോൺടാക്ട്ലെസ് പേയ്മെന്റ്സ് ഒക്കെ ചെയ്യാൻ പറ്റും. Wi-Fi 6 and Bluetooth 5.2 വരുന്നുണ്ട്. ഡ്യുവൽ നാനോ സിം സ്ലോട്ട് ആണ് കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ കഴിയൂല. ഓണർ ഈ ഫോണിന്റെ പ്രൈസിനെ കുറിച്ചുള്ള സസ്പെൻസ് നിലനിർത്തിക്കൊണ്ട് ഇതുവരെ ഇതിന്റെ പ്രൈസിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിലും ഷെയർ ചെയ്തിട്ടില്ല. ഓക്കെ, നോർമലി ബ്രാൻഡുകൾ പറയാറുണ്ട് 30,000 താഴെ, 35,000 താഴെ. ഇവിടെ അങ്ങനത്തെ ഒരു ക്ലൂവും ഓണർ തന്നിട്ടില്ല. 35,000 മേളിലേക്കാണെങ്കിൽ ഇത് ചെറിയ രീതിയിലുള്ള ഓവർ പ്രൈസ് സെറ്റപ്പ് ആയിട്ട് എനിക്ക് തോന്നും.
35,000 താഴെയാണെങ്കിൽ ഒരു നല്ലൊരു സെറ്റപ്പ് ആയിരിക്കും. അതായത് നോക്കാം വേണമെങ്കിൽ, കാരണം ക്യാമറ പെർഫോമൻസ് നല്ലതാണ്, കിട്ടിലൻ ഡിസ്പ്ലേ തന്നിട്ടുണ്ട്, ലുക്കൊക്കെ ഓക്കെ ആണ്. 30,000-31,000 രൂപയുടെ ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരികയാണെങ്കിൽ നല്ലൊരു ഫോണായിരിക്കും. സോ ഓണർ എന്ന കമ്പനി ഒരുപാട് നാൾക്ക് ശേഷമാണ് ഇന്ത്യയിൽ ഫോൺസ് വിൽക്കാൻ പോകുന്നത്. സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിൽ ഡൗട്ട് കാണും, സർവീസ് സെൻറ്റർ ഉണ്ടോ, എവിടെയൊക്കെ ഉണ്ട് എന്ന്. ഓക്കെ, സോ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അവർ പറയുന്നതനുസരിച്ച് 180 സിറ്റീസിൽ ടോട്ടൽ 400 സർവീസ് സെൻറ്റേഴ്സ് ഇപ്പോൾ ഉണ്ടെന്നാണ് ഓണർ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ബോക്സിലുള്ള ചാർജറിൻ്റെ ഇല്ലായ്മ ഉണ്ടല്ലോ, അതിനെക്കുറിച്ചൊരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് സെയിൽ ഡേറ്റിൽ ഈ ഫോണിൻ്റെ കൂടെ തന്നെ ഇതിൻ്റെ ചാർജർ ഫ്രീ ആയിട്ട് ഓണർ സെല് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. ആമസോണിലാണ് ഫോൺ വരാൻ പോകുന്നത്. ആമസോണിൽ ഈ മാസം ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും മിക്കവാറും ഗ്രേറ്റ് ഇന്ത്യൻ ഷോപ്പിംഗ് ഫെസ്റ്റിവൽ വരും. സോ ഓഫർ ഈടാക്കുക. ഓക്കെ, ദിസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് ടെക് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.